കഴിഞ്ഞ 2 വീഡിയോകളിലൂടെയായി ഉദയംപേരൂർ സുന്നഹദോസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരുന്നത്. ഉദയംപേരൂരിലുള്ള സുന്നഹദോസ് പള്ളി സന്ദർശിക്കുകയും അതോടനുബന്ധിച്ച് ഉദയംപേരൂർ സുന്നഹദോസ് മലയാള ക്രൈസ്തവരുടെ ജീവിതത്തിൽ അഥവാ മലങ്കരയിലുള്ള മാർത്തോമ ക്രൈസ്തവരുടെ ജീവിതത്തിൽ എങ്ങനെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി, കത്തോലിക്ക സഭ ഇവിടെ എങ്ങനെ ശക്തി പ്രാപിച്ചു, ഉദയംപേരൂർ സുന്നഹദോസിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് 2 വീഡിയോകളിലൂടെ പറയുവാൻ ശ്രമിച്ചത്. വളരെ വിശാലവും വിപുലവുമായ വിഷയങ്ങളായതുകൊണ്ട് വളരെ ചുരുക്കി പറയുമ്പോൾ വസ്തുതകളിൽ പലതും വ്യക്തമാക്കുവാൻ സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ക്രൈസ്തവ സഭാ ചരിത്രത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരള ക്രൈസ്തവരുടെ ചരിത്രത്തെക്കുറിച്ച് ഏകദേശ ഒരു ധാരണ കിട്ടത്തക്ക നിലയിലുള്ള വീഡിയോകളായാണ് ഞാൻ ഈ സഭാചരിത്ര വീഡിയോകൾ ചെയ്യുന്നത്. ഈ പരമ്പരയിലെ 3-ാമത്തെ വീഡിയോ കൂനംകുരിശ് സത്യത്തെക്കുറിച്ചാണ്. ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡന്റുകളിലൊന്നാണ് കൂനംകുരിശ് സത്യം. അതായത് പോർച്ചുഗീസ് അധിനിവേശവും അതിനോടനുബന്ധിച്ച് അലക്സോ ഡൈ മെനിസിസിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിലൂടെ മലങ്കര ക്രൈസ്തവ സമൂഹം മുഴുവനായി തന്നെ പോപ്പിന്റെ അധീനതയിലേക്ക് റോമാസഭയുടെ ഭാഗമായി മാറ്റപ്പെട്ടു. എന്നാൽ നിർബന്ധപൂർവവും വഞ്ചനാപൂർവവും നടത്തിയ ഈ അധിനിവേശത്തെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നെങ്കിലും മലങ്കരയിലെ ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷവും ഈ വൈദേശികമായ ആക്രമണത്തിനെതിരെയുള്ള ഒരു മനോഭാവത്തോടുകൂടെ തന്നെയാണ് പിൽക്കാലങ്ങളിൽ ജീവിച്ചിരുന്നത്. 54 വർഷങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയി. 1653 ജനുവരി 3-ാം തീയതിയാണ് കൂനംകുരിശ് സത്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ചരിത്രപ്രധാനമായ സംഭവം ഉണ്ടാകുന്നത്. അതിന്റെ പശ്ചാത്തലം ഇതാണ്. ഉദയംപേരൂർ സുന്നഹദോസിലൂടെ പോപ്പിന്റെ അധീനതയിൽ വന്ന സഭ ആ പോപ്പിന്റെ നുകം കുടഞ്ഞെറിഞ്ഞ് സ്വതന്ത്രമാകുവാൻ നടത്തിയ ഒരു ശ്രമമാണ് കൂനംകുരിശ് സത്യം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വൈദേശിക ആക്രമണത്തിനെതിരെ, അധിനിവേശത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രതിരോധമായിരുന്നു കൂനംകുരിശ് സത്യം. ഇവിടെ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിനെതിരെ, കത്തോലിക്ക സഭയുടെ അധിനിവേശത്തിനെതിരെ ദീർഘവർഷങ്ങളായി, നൂറ്റാണ്ടുകളായി സ്വതന്ത്രമായ ഒരു സഭയായി നിലകൊണ്ടിരുന്ന കേരളത്തിലെ ക്രൈസ്തവർ നടത്തിയ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് കൂനംകുരിശ് സത്യത്തിലേക്ക് ജനത്തെ എത്തിക്കുന്നത്. പെട്ടെന്നത് സംഭവിക്കുവാനുണ്ടായ കാരണം അലക്സാണ്ട്രിയയിലെ യാക്കോബായ പാത്രിയാർക്കീസിന്റെ നിർദ്ദേശാനുസരണം 1650 ഇന്ത്യയിലേക്ക് എത്തിയ ഇഗ്നാത്തിയോസ് അഹത്തുള്ള ബാവയുടെ മരണമാണ്. പേർഷ്യയിൽ നിന്നും മറ്റും എത്തുന്ന സഭാപിതാക്കന്മാരെ കേരള തീരത്ത് പ്രവേശിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടി പോർച്ചുഗീസ് പട കടലിൽ കാവലേർപ്പെടുത്തിയിരുന്ന ഒരു കാലത്താണ് അഹത്തുള്ള ബാവ കേരളത്തിലേക്ക് എത്തുന്നത്. അത് ദീർഘമായൊരു ചരിത്രമാണ്. എന്നാൽ ഇവിടെ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അത് വിവരിക്കുന്നില്ല. അഹത്തുള്ള ബാവ കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ മട്ടാഞ്ചേരി കടപ്പുറത്ത് ഒത്തുകൂടുന്നു. എന്നാൽ അവർക്ക് ലഭിക്കുന്ന വാർത്ത അഹത്തുള്ള ബാവയെ പറങ്കിപ്പട കടലിൽ മുക്കിക്കൊന്നു എന്നുള്ള വാർത്തയാണ്. ഇത് കേട്ട് പ്രകോപിതരായ ജനങ്ങളാണ് മട്ടാഞ്ചേരിയിലെ കുരിശിൽ ഒരാലാത്ത് കെട്ടി അതിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും റോമുമായും പോപ്പുമായുമുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന് സത്യം ചെയ്തു. ഇതാണ് കൂനംകുരിശ് സത്യം. കൂനംകുരിശ് സത്യത്തെ തുടർന്ന് മലങ്കര സഭയുടെ ഒരു വിഭാഗം റോമിന്റെ ആധിപത്യത്തിൽ നിന്ന്, പാപ്പായുടെ ആധിപത്യത്തിൽ നിന്ന് മാറി സ്വതന്ത്രമാകുകയാണ്. അവിടെ മുതൽ കേരള ക്രൈസ്തവ സഭ 2ആയി വിഭജിക്കപ്പെടുന്നു. ഇങ്ങനെ പഴയ യാക്കോബായ വിശ്വാസം പുലർത്തിയിരുന്നവരെ പുത്തൻ കൂറ്റുകാരെന്നും കത്തോലിക്ക വിശ്വാസത്തിൽ നിലനിന്നവരെ പഴയ കൂറ്റുകാരെന്നും വിളിക്കുവാൻ തുടങ്ങി. ആ വെളിയിൽ ഒരു വൈചിത്ര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും സഭ 2ആയി വിഭജിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ഈ ചരിത്രത്തെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക നിലയിൽ ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങൾ മട്ടാഞ്ചേരിയിലുള്ള കൂനംകുരിശ് തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു. മരുപ്പച്ച പത്രാധിപരായ അച്ഛൻ കുഞ്ഞിലന്തൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായാണ് ഞങ്ങൾ കേരളത്തിലെ പുരാതനമായ ദേവാലയങ്ങളിലും യഹൂദ പാരമ്പര്യം ഉറങ്ങിക്കിടക്കുന്ന സിനഗോഗുകളിലും സന്ദർശനം നടത്തിയത്. വളരെ വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം, അറിവുകളാണ് ഞങ്ങൾക്കതിലൂടെ ലഭിച്ചത്. Thank you.
6 ദിവസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഒരു യാത്രയാണ് അച്ചൻകുഞ്ഞിലന്തൂർ ഇതിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ചരിത്ര സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇപ്രകാരമുള്ള യാത്രയിൽ പങ്കുചേരുവാൻ സാധിക്കും എന്ന് ഓർപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ നമ്പർ ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്രക്കിടയിൽ ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ പള്ളിയിലെത്തുമ്പോൾ ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ മാനേജരായിരിക്കുന്ന വെരി റവറൻഡ് ബെന്യാമിൻ തോമസ് റമ്പാച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും കൂനംകുരിശ് സത്യത്തെക്കുറിച്ചും ആ പള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശുദ്ധമായി ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളിൽ കൂനംകുരിശ് സത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി ആ ഭാഗം ഇതിൽ ഉൾപ്പെടുത്തുന്നു. എന്നാൽ അതോടൊപ്പം അദ്ദേഹം സംസാരിച്ച ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ചും മരിച്ചുപോയ പിതാക്കന്മാരുടെ ഓർമ്മകൾ സാന്നിധ്യം നിലനിൽക്കുന്ന ദേവാലയത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പെന്തക്കോസ് തിയോളജിയുമായിട്ട് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണത്. എങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്കുകളും ഈ വീഡിയോയുടെ ഭാഗമായി ഉൾപ്പെടുത്തുന്നു. ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അത് ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയുടെ ഭാഗമായി അതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ അസാധാരണമായ അവഗാഹമുള്ള ബെന്യാമിൻ തോമസ് റമ്പാച്ചൻ ഞങ്ങൾക്ക് എബ്രായ ഭാഷയിലുള്ള ഒരു പ്രാർത്ഥന ചൊല്ലിക്കേൾപ്പിക്കുകയും അതിന്റെ അർത്ഥം വിവരിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരും കൂടെ കണ്ടതില്ലേ കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങള് മരിപ്പച്ചയുടെ എഡിറ്റർ പാസ്റ്റർ അച്ചൻകുഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പരിചയപ്പെടുന്ന ജെറുസലേമിൽ വെച്ചാണ്. അങ്ങനെ ജെറുസലേമിൽ വെച്ച് ഞങ്ങൾ കണ്ടു. പ്രത്യേകിച്ച് ഹല്ലേലൂയയുടെ എഡിറ്റർ ബഹുമാനോട് സാങ്കുട്ടി അവർകൾ, പിന്നെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് വന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും കാണാനൊക്കെ സാധിച്ചതിൽ സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയെക്കുറിച്ച് ചുരുക്കമായിട്ട് 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ പള്ളി നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ദിസ് ഈസ് ദ ഓൺലി വൺ ചർച്ച് ഇൻ ഇന്ത്യ. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം, സോ ഇറ്റ് ഇസ് നോട്ട് മലയാളം അറിയാം, ശരി. അപ്പോൾ ദിസ് ഈസ് ഓൺലി വൺ ചർച്ച് ഇൻ ഇന്ത്യ ദാറ്റ് ഇസ് ബിൽഡ് വിത്ത് ക്ലേ. അതുകൊണ്ട് ഈ പള്ളിക്ക് 3 അവാർഡ് കിട്ടി. അതിൽ ഒരെണ്ണം നാഷണൽ ആർക്കിടെക്ചറൽ അവാർഡാണ്. അപ്പോൾ ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇങ്ങനെ മണ്ണ് വെച്ച് പണിതിരിക്കുന്ന ഏക ദേവാലയം. അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത പ്രധാനമായിട്ട്. ഈ ദേവാലയം എന്തുകൊണ്ടാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? അത് ബിബ്ലിക്കലിയാണ്. കാരണം നമ്മളെ ദൈവം എന്തുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു? മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അദമായിൽ നിന്ന് എടുക്കപ്പെട്ടവനെ നീ ആദം എന്നറിയപ്പെടും. അതുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് ആദം എന്ന പേരും കിട്ടി. ആദമിന്റെ സന്തതികളാണ് നമുക്കും ആ പേര് കിട്ടി. അപ്പോൾ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നമ്മൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ കയറി വന്നിരിക്കുന്ന ഇടവും മണ്ണുകൊണ്ടുള്ള അപ്പം നമ്മളും മണ്ണ്, പള്ളിയും മണ്ണ്. അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ മൺകൂടാരമാകുന്ന മണ്ണാകുന്ന മനുഷ്യർ മൺകൂടാരത്തിലേക്ക് വന്ന് പ്രവേശിക്കും. പൗലോസ്ലിയ പറഞ്ഞു, പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ പൗലോസ്ലിയ പറഞ്ഞു, ദൈവത്തിന്റെ അമൂല്യമായ നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൺകൂടാരമാണ് ഇത്. ദൈവത്തിന്റെ അമൂല്യമായ നിധി പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൺകൂടാരം. മണ്ണിന്റെ പ്രത്യേകത ഏത് നിമിഷം ഉടഞ്ഞു പോയേക്കാവുന്നതാണ്. അപ്പോൾ ഉടഞ്ഞു പോയേക്കാവുന്ന ജീവിതമാണ് തമ്പുരാനെ, നോട്ട് ബിക്കോസ് ഓഫ് മൈ merit ബട്ട് ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ് ദാറ്റ് ഐ ആം വാട്ട് ഐ ആം. അത് എപ്പോഴും പറയാനുള്ള ഒരു നിമിഷമാണ്. ഈ പള്ളിയിലോട്ട് കയറി ശിരസിൽ ഷാൾ അണിഞ്ഞ് ശിരസ് കുനിച്ച് ഈ പള്ളിയിലോട്ട് കയറി വരുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാമത്തെ ചിന്ത. 2, ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ള സംഭവം നടന്നതായ ഒരു സ്ഥലമാണല്ലോ കൂനംകുരിശ് ഓത്ത് നടന്നതായ കാര്യം. അപ്പം കൂനംകുരിശ് സത്യം നടന്ന ദേവാലയം എന്ന് പറയുമ്പോൾ ഇത് പഠിക്കാൻ നോക്കണം വരുന്നത് ഓർത്തഡോക്സുകാർ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും, അത് കത്തോലിക്കര, മർത്തോമ, ദുരിയൂര്, ബന്ധക്കോസ്ത്, ലാറ്റിൻ, അങ്ങനെയുള്ള എല്ലാ ഡിനോമിനേഷൻസ് അവരെല്ലാം ബന്ധക്കോസ്തുകാര്. അപ്പൊ അങ്ങനെ എല്ലാവരും വന്ന് പഠിക്കുന്ന ഒരു ദേവാലയം കൂടെ. കാരണം ഇപ്പം വന്ന മർത്തോമയിലെ അച്ഛന്മാരൊക്കെ ഇറങ്ങിപ്പോയത്. അപ്പൊ UTC, നമുക്ക് UTCയിൽ എല്ലാവരും ഉണ്ട്, മെത്തഡിസ്റ്റ് ഉണ്ട്, ലൂതർ ഉണ്ട്, പ്രസ്ബിറ്റേറിയൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ പള്ളി കാണാൻ കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ എല്ലാ ഒരു ഹിസ്റ്ററി ആണ് ഈ പള്ളി. ഹിസ്റ്ററി ഒരു പാരമ്പര്യം. പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പാരമ്പര്യം എന്താണ്? പാരമ്പര്യം എന്ന് പറയുന്നത് ദ ലൈഫ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ദ പീപ്പിൾ. നമ്മൾ ജീവിച്ച കാലത്തെ നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം ഞാൻ അങ്ങോട്ട് നാളെ പറയുമ്പോൾ
അത് അവർക്ക് എന്തായി പാരമ്പര്യമായി മാറി. പക്ഷേ പാരമ്പര്യം എന്താണ്? ജീവനുള്ളതാണ്. ജീവൻ എന്താണ്? നമ്മൾ ജീവിച്ച വിശ്വാസവും പാരമ്പര്യം. അപ്പൊ അങ്ങനെ പിതാക്കന്മാർ ഒരു പാരമ്പര്യം, അവരുടെ ലൈഫ് ആൻഡ് ഫെയ്ത്ത് ലിവിങ് ആയിട്ട് ജീവനുള്ള ഒരിടത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവാലയം ക്രൈസ്തവർക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ്, മറിച്ച് ഇത് ഭാരതത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇടമായിട്ട് മാറിയ ദേവാലയം കൂടിയാണ്. ഞാൻ 2 ആഴ്ചകൾക്ക് മുമ്പ് കൽക്കട്ടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കൽക്കട്ടയുടെ ഗവർണർ ഡോക്ടർ CJ ബോസ്, ആനന്ദ് ബോസ് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം കൂനംകുരിശിന്റെ കാര്യം പറഞ്ഞു ഈ കൂനംകുരിശ് സത്യം അത് ഭാരതത്തിന്റെ ഒരു ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് കൂനം ക്രോസ്? അപ്പൊ നമുക്കറിയാം ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് PSC പരീക്ഷ എഴുതുന്നത് ക്രൈസ്തവർ മാത്രമല്ല, എല്ലാവരും എഴുതുന്നു. അപ്പൊ അവരുടെ ഉപജീവന മാർഗത്തിന്റെ ഒരു ചോദ്യമാണ് വാട്ട് ഈസ് കൂനം ക്രോസ്? അപ്പം പോലീസ് ഓഫീസേഴ്സ് ഇവിടെ വരും പറയും, അച്ഛാ ഞങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിരുന്നു വാട്ട് ഈസ് കൂനം ക്രോസ് ആൻഡ് ദ ഹിസ്റ്റോറിസിറ്റി ബിഹൈൻഡ് ദ കൂനം ക്രോസ്. അത് അപ്പൊ ഈ കൂനം ക്രോസ് അങ്ങനെ ഭാരതത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അറിയപ്പെടുന്നത്. വൈദേശിക ആധിപത്യത്തിനെതിരെ നടന്ന ഭാരതത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായതുകൊണ്ടാണ് ഈ കൂനംകുരിശ് സത്യത്തെ, ഈ ദേവാലയത്തെ അങ്ങനെ അത് PSC പരീക്ഷയ്ക്ക് ചോദിക്കും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ക്രൈസ്തവരെ സംബന്ധിച്ച് ഒരു വലിയൊരു ചരിത്രം. ആ ചരിത്രത്തിൽ അത് ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും വലിയൊരു മുറിവാണ് ഇവിടെ ഓർമ്മപ്പെടുന്നത്. 1500 വർഷം ദർ വാസ് ഓൺലി വൺ കമ്മ്യൂണിറ്റി ഇൻ ദ ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1500 വർഷം സുറിയാനി പാരമ്പര്യമുള്ള ഒരു പിതാക്കന്മാർ മാത്രം ജീവിച്ച ഒരു നാടാണ്. മറ്റൊരു വിശ്വാസ സംഹിതകളൊന്നും തന്നെ, ഡോഗ്മാസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ 1500 വർഷം നമ്മുടെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നത്. വാസ്കോ ഡി ഗാമ ഇവിടെ വന്നപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണല്ലോ നമ്മൾ കെട്ടിപ്പിടിച്ചു, സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹം വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുരാജാക്കന്മാരെ ഒരു കീഴ്പ്പെടുത്തിക്കൊണ്ട് രണ്ടാമത് ചെയ്യുന്ന നമ്മളെ മുഴുവനും അവരുടെ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മുടെ കർത്താവിന്റെ കാലത്തും അവൻ എൻ്റെ ശിഷ്യനല്ല, കൂടെ വരുന്നില്ല, ഉടനെ അവനോട് എതിർക്കാനല്ല പറഞ്ഞത്. പക്ഷേ അവർക്ക് ഒരിക്കലും അങ്ങനെ. പക്ഷെ ഇവര് അപ്രകാരം നമ്മളെ മുഴുവനും അവരിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ നടത്തിയതിന്റെ പരിണത ഫലമാണ് ഇവിടെ വെച്ച് നടന്ന കൂനംകുരിശ് സത്യം. നമ്മളെ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, ആരാധന പുസ്തകങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവസാനം ആ ഫോട്ടോയിൽ കാണുന്ന, അങ്ങേയറ്റത്തെ ഫോട്ടോയിൽ കാണുന്ന അകത്തുള്ള ബാബ തിരുമേനി അവർ പിടിച്ച് ഇവിടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കെട്ടി. ആ ബാബയുടെ ചിത്രമാണ് കാണുന്ന ചിത്രം. ബാബായെ കൊണ്ട് കൊട്ടാരത്തിൽ കൊണ്ട് കെട്ടി. അങ്ങനെ ഈ ബാബായെ കൊണ്ട് തുറുങ്കിലടച്ചു. അപ്പൊ നമ്മുടെ ആരാധന 1500 വർഷത്തോളം നമ്മൾ ആരാധിച്ചതായ ആരാധന പുസ്തകങ്ങള്, ലിറ്റർജി, വർഷിപ്പ്, അങ്ങനെ തൈലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഭാഗത്തെ എല്ലാം കൂടെ എലന്തൂരാന്നല്ലോ പാസ്റ്ററിന്റെ വീട്. അപ്പൊ ചെങ്ങന്നൂര് സുറിയാനി പള്ളിയുടെ മുമ്പിലിട്ട് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഈ ഭാഗത്ത് മുളന്തുരുത്തി പള്ളി, ഈ ഭാഗത്ത് ചെങ്ങന്നൂര് പഴയ സുറിയാനി പള്ളി, ആ പള്ളിയുടെ മുമ്പിൽ അങ്ങനെ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം ദുഃഖത്തോട് നോക്കി. കാരണം നമ്മുടെ എല്ലാം മേടിച്ചിട്ട് കത്തിച്ചു കളഞ്ഞ ദുഃഖത്തോടെ, വിഷമത്തോടെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ബാബായെ കൂടി ഇവിടെ പിടിച്ചു കെട്ടി എന്നുള്ളതായിരുന്നു. ബാബായെ വിട്ടുകിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നുള്ള ഒരു ബാബായെ പിടിച്ചു കെട്ടി എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ദേശത്തുമായിട്ട് ആദ്യം ചെങ്ങന്നൂര്, അന്നത്തെ പള്ളി വളരെ ചുരുക്കമാണല്ലോ. അന്നത്തെ പള്ളി ചെങ്ങന്നൂര് പള്ളി, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നെരണം പള്ളി, നെരണം കഴിഞ്ഞാൽ അടുത്ത പള്ളി അടൂർ കടമ്പനാട്, പിന്നെ തുമ്പോൺ പള്ളി, മാവേലിക്കര പള്ളി, കോഴഞ്ചേരി പള്ളി, പിന്നെ കുന്നംകുളം, ഇങ്ങനെയല്ല. അപ്പൊ ഈ പള്ളികൾ നല്ലമായിട്ടും 4 ലക്ഷത്തിൽ വരുന്ന ആളുകൾ ഇവിടെ വന്നുകൂടി ബാബായെ വിട്ടുകിട്ടുന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ബാബായെ കടലിൽ മുക്കിക്കൊല്ലുന്ന കാഴ്ച. അങ്ങനെ ബാബായെ കടലിൽ മുക്കിക്കൊല്ലുന്ന കാഴ്ച കാണുകയും വൃദ്ധനായ ബാബ നമ്മളെ നോക്കി കൈകൂപ്പി കണ്ണുനീരോടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പൊടുന്നനെ ബാബായെ പിടിച്ച് വെള്ളത്തിലോട്ട് തള്ളി. ബാബ വെള്ളത്തിൽ വീണ് പെടഞ്ഞ് മരിക്കുന്ന, ശ്വാസം കിട്ടാതെ മരിക്കുന്ന കാഴ്ച കാണുകയും എല്ലാവരും കൂടെ മനം തകർന്ന് കണ്ണുനീരോടെ നിലവിളിച്ച്, അയ്യോ നമ്മുടെ ബാബായെ കടലിൽ മുക്കിക്കൊന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിന്റെ ക്രൂശിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കുരിശിൽ പിടിച്ചുകൊണ്ട് കയറ് കെട്ടിയിട്ട് സത്യം ചെയ്തു. ആ സത്യമാണ് ചരിത്ര പ്രസിദ്ധമായ കൂനംകുരിശ് സത്യം. അപ്പോൾ ഈ കുരിശ് മൂടോടങ്ങ് ചരിഞ്ഞു. അങ്ങനെ ഈ കുരിശിന് പേര് കെട്ടി ലീനിങ് ക്രോസ്, കൂനംകുരിശ്. അതാണ് ചരിത്ര പ്രസിദ്ധമായ കൂനംകുരിശ്. എന്താണ് ചരിത്ര പ്രസിദ്ധമായ കൂനംകുരിശ് സത്യം? ആ കൂനംകുരിശ് സത്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കർത്താവ് തോമസ് ലീഹയെ ഭാരതത്തിലേക്ക് വിട്ടു. അപ്പൊ നമ്മുടെ കർത്താവ് തോമസ് ലീഹ ഭാരതത്തിലേക്ക് വിട്ടു. തോമസ് ലീഹ നമുക്കൊരു പൈതൃകവും പാരമ്പര്യം എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. പാരമ്പര്യം, ആ വിശ്വാസം ഞങ്ങളിലേക്ക് പകർന്നു തന്നു. ആ വിശ്വാസം ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണത്തോളം, ഞങ്ങളും ഞങ്ങളുടെ സന്തതിയുള്ള കാലത്തോളം, 1000 സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഞങ്ങളും ഞങ്ങളുടെ തലമുറയും ഈ സത്യവിശ്വാസം തന്നെ നിലകൊള്ളും. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം.
ആ കൂനൻകുരി സത്യം നടത്തിയ മക്കളാണ് നമ്മളെല്ലാവരും. പിന്നീടാണ് പല ഡിനോമിനേഷൻസിലേക്കെല്ലാം നമ്മൾ മാറിപ്പോയത്. അത് പിന്നെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ അറിയാം എങ്ങനെ നമ്മൾ പലതും പലതായി തോന്നും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നടന്ന ദേവാലയമായതുകൊണ്ട് പരിശുദ്ധ ബാവാതിരുമേനി, പൗലോസിൻ ബാവാതിരുമേനി നിർബന്ധമാണ്. കാരണം ഇവിടെ മറ്റ് ഡിനോമിനേഷൻസിന്റെ ബാരിയേഴ്സ് ഒന്നുമില്ലാതെ, ചിന്തകളൊന്നുമില്ലാതെ ഇവിടെ എല്ലാവരും കൂടെ വരിക, എല്ലാവരും വരികയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരിടമായിട്ട് ഈ ദേവാലയം മാറുക. അങ്ങനെയാണ് ഈ ദേവാലയം കൂനൻകുരിശ് പിൽഗ്രിം സെന്റർ ആയതും. ഈ കൂനൻകുരിശ് പിൽഗ്രിം സെന്ററിൽ എന്നും കത്തോലിക്കർ വന്ന് അവരുടെ പ്രാർത്ഥന നടത്തും, മർത്തോമക്കാർ, തൊഴിയൂരുകാർ, അങ്ങനെ ഓരോരുത്തരും ഇവിടെ വന്ന് ആ പ്രാർത്ഥന നടത്തി നമ്മുടെ പിതാക്കന്മാരോട് ചേർന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കണമേ. അപ്പൊ അങ്ങനെ നമ്മിൽ ഒന്നായിരിക്കുന്നു. ക്രിസ്തുവാവുന്ന നമ്മുടെ തല, ക്രിസ്തുവിന്റെ പല ശരീരങ്ങളാവും നമ്മൾ. ആ ശരീരമായിരിക്കും നമ്മൾ ഒന്നായിത്തീരുന്ന ദിവ്യമായ അനുഭവമാണ് നമ്മുടെ ഇവിടെ. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒന്നും വേറെയാണെന്നുള്ള ചിന്ത ഇല്ല. നമ്മളെല്ലാം ഒന്നാണ്, ഒന്നായിരുന്ന നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ വളരുന്ന ഒരിടം. അതാണ് ഈ പള്ളിയുടെ പ്രധാനമാണ്. പിന്നെ പള്ളിയിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു സ്പിരിച്വൽ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ കിട്ടാനുള്ള പ്രധാന കാരണം അനേകം പരിശുദ്ധ പിതാക്കന്മാർ ഇവിടെ താമസം. ആ പരിശുദ്ധ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സൂര്യനെ ആകാശത്തിലെ കാർമേഘം കൊണ്ട് മറച്ചു നിൽപ്പാൻ തക്കവണ്ണം കെൽപ്പുള്ളവരായ പിതാക്കന്മാർ, അന്ധകാര ശക്തിയെ പിടിച്ചു കെട്ടാൻ തക്കവണ്ണം കെൽപ്പുള്ളവരായ പിതാക്കന്മാർ. അങ്ങനെയുള്ള പിതാക്കന്മാരാണ് പ്രാർത്ഥന കൊണ്ടും കഠിനമായ നോമ്പ് കൊണ്ടും ഉപവാസം കൊണ്ടും സ്വന്തം വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് അവരെല്ലാം താമസിച്ചത് ഈ മേടയിലാണ്. അപ്പൊ ഈ മേടയൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അവര് കർത്താവിന് വേണ്ടി ജീവിച്ചപ്പോൾ അവർ താമസിച്ചത് എങ്ങനെയാണ്. ആ ഒരൊറ്റ മേടയുടെ മേളിലാണ് കട്ടിലും ഇട്ട് പായയും ഇട്ട് അവിടെ താമസിച്ചു. ഇവിടെ പ്രാർത്ഥന ചൊല്ലി, ഇവിടെ ഈ വരാന്തയിലിരുന്ന് കഞ്ഞി കുടിച്ച് അങ്ങനെ ജീവിച്ചു. പക്ഷേ ഇവരോ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ തക്കോണം ശക്തന്മാരായ പിതാക്കന്മാർ. അങ്ങനെയുള്ള പിതാക്കന്മാരെ ഒരരികിൽ പോലും നമുക്കൊന്നും വരാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള പിതാക്കന്മാർ താമസിച്ച് അന്ധകാര ശക്തി, നമുക്കറിയാലോ കള്ളി നീലി എന്ന് പറയുന്ന രക്ഷയൊക്കെ കേരളത്തിലെ നമ്മുടെ ഹിസ്റ്ററിയുടെ പാരമ്പര്യം തന്നെയാണ്. അപ്പൊ അതിനെയൊക്കെ ബന്ധിക്കാണ്ട് ഗുണം ശക്തരായ പിതാക്കന്മാരാണ് ഈ പിതാക്കന്മാർ. അവരുടെ സാന്നിധ്യമാണ് ഈ പള്ളിക്കുള്ളിലെ എല്ലാം നമുക്കുള്ളത്. അപ്പൊ അങ്ങനെ പള്ളിക്കുള്ളിലുണ്ട് അവരുടെ ആ സാന്നിധ്യവും. അവരിവിടെ തന്നെ കിടന്ന് മരിച്ചു. അങ്ങനെ അവരുടെ സാന്നിധ്യം കൂടെയുള്ള ദേവാലയം. അതുപോലെ തന്നെ തിരുശേഷിപ്പുകൾ, 4 തിരുശേഷിപ്പുകളും ഈ പള്ളിക്കുള്ളിലുണ്ട്. തിരുശേഷിപ്പ് എന്താണ് എന്ന് ഒറ്റ വാക്കിൽ കൂടെ പറയാം. തിരുശേഷിപ്പ് നമുക്കറിയാം, പത്രോസ് ലീഹ നടന്നു പോയപ്പോൾ ആ നിഴലിൽ രോഗികളെ കൊണ്ട് കിടന്ന് രോഗികൾ സുഖം പ്രാപിച്ചു. പൗലോസിലേക്ക് എല്ലായിടത്തും പോകാൻ പറ്റുന്നില്ല. പൗലോസിലെ യേശു തമ്പുരാണ് അതിൽ സൗഖ്യം കൊടുക്കുന്നു. എല്ലായിടത്തും പോകാൻ പറ്റാഞ്ഞുകൊണ്ട് ഈ കുപ്പായവും റൂമായാലും കൊടുത്തു വിട്ടു. അവിടെയും രോഗികൾ എവിടെയൊക്കെ കൊണ്ടിട്ടോ അവരുടെ മേലല്ല, അങ്ങനെയല്ല നമ്മൾ വേദത്തിൽ വായിക്കുന്നത്. അപ്പൊ അത് കൊണ്ടിട്ടപ്പോൾ അവരുടെ മേലെല്ലാം അവർക്കും സൗഖ്യം കിട്ടി. പൗലോസിലേ പോയില്ല, പക്ഷെ കുപ്പായം പോയതേ ഉള്ളൂ. കുപ്പായം എവിടെയൊക്കെ കൊണ്ടിട്ടോ അവിടെ എല്ലാം അവർ രോഗികൾ സൗഖ്യം പ്രാപിച്ചു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു. ആ വേദപുസ്തകത്തിൽ കാണുന്ന പോലെയാണ് പിതാക്കന്മാർ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിന് ശക്തി പ്രാപിച്ച പിതാക്കന്മാരിലേക്ക് ദിവ്യമായ ശക്തിയുണ്ട്. ഇനി അത് മനസ്സിലാക്കാൻ എളുപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. അതായത് ഒരു മാഗ്നറ്റ്, അവതയിൽ ഒരു മുട്ടുസൂചി വെച്ചു. ആ മുട്ടുസൂചി പെട്ടെന്ന് അങ്ങ് എടുത്തു. ആ മുട്ടുസൂചി 3 ദിവസം അവിടെ വെച്ചു. എന്നിട്ട് മറ്റു മുട്ടുസൂചികൾ കൂട്ടത്തിലോട്ടിട്ട് എന്ത് സംഭവിക്കും? അത് മറ്റുള്ളതിനെ ഇങ്ങോട്ട് വലിക്കാൻ തുടങ്ങും. അപ്പൊ ഈ മാഗ്നറ്റ് കൊണ്ടുപോയില്ല, ആ മാഗ്നറ്റെ മുട്ടിയതായ അത് കൊണ്ടുവച്ചു. അതുപോലെ തന്നെ പിതാക്കന്മാർ ഉപയോഗിച്ചതായ കുരിശ്, അവരുടെ കുപ്പായം, അവരുടെ ശരീരത്തിന്റെ ഭാഗം, ഇതെല്ലാം മാഗ്നറ്റ് ശക്തി പ്രാപിച്ചതാണ്. ആ ശക്തി ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ആ ശക്തി അവിടെ വന്ന് തൊടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇവിടെ വരുമ്പോൾ മനസ്സിലാകുന്ന ആരാന്നറിയാമോ? ഇവിടെ വരുന്നത് മനസ്സിലാകുന്നത് ആ പടിയയിലോട്ട് കയറുമ്പോഴേ പൈശാചിക ബാധയുള്ള ഒരു അലയ്ക്കാൻ തുടങ്ങും, നിലവിളിക്കാൻ തുടങ്ങും, ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും, ക്രൗൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ പള്ളിക്കുള്ളിൽ ഇത്രയും വലിയൊരു ശക്തിയുണ്ട്. കാരണം അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴും ഈ പള്ളിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മൾ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ശാസിക്കണം, വിടണം, ഇതൊന്നും വേണ്ട. ആ പള്ളിയുടെ പരിപാലനോട് കയറുമ്പോഴേ അല്ലറി വിളി തുടങ്ങും. അങ്ങനെ യേശു തമ്പുരാന്റെ ദിവ്യമായ ശക്തി, ആ വലിയൊരു ശക്തി പ്രവഹിച്ചു കൊണ്ട് നിൽക്കുന്ന ദിവ്യമായ തിരുശേഷിപ്പുകളാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഞാനിവിടെ വരുന്ന എല്ലാവരോടും പറയും, നമ്മൾ ലുലുമാളിൽ കയറി അതേ പോയി പിടിക്കുന്നു, ഇതേ പോയി പിടിക്കുന്നു, അത് പോയി പിടിക്കുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏക മധ്യസ്ഥൻ കർത്താവാണ്. കർത്താവിനോട് മധ്യസ്ഥ അണയ്ക്കുന്നവരാണ് വിശുദ്ധന്മാർ. ആ വിശുദ്ധന്മാര് ഓർത്തഡോക്സ് സഭയുടെ കൺസെപ്റ്റ് അനുസരിച്ച് അവരെല്ലാം ജീവനോടിരിക്കുന്നവരാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഒരിക്കലും മരിക്കുന്നില്ല. അപ്പൊ അതാണ് ഓർത്തഡോക്സ് സഭയിൽ
ഈ വാങ്ങിപ്പോയവരെന്ന് മാത്രമാണ് നമ്മൾ മരിച്ചവർക്ക് ഉപയോഗിക്കുന്ന വാക്ക്. വാങ്ങിപ്പോയി, അതായത് ഇപ്പം ഗൾഫിലായിട്ട് ഒരാൾ പോയി. നമ്മളെ പഴയ കാലത്ത് നമുക്ക് വല്ലപ്പോഴും വന്ന് ഒരു എഴുത്ത് കിട്ടിയാലേ അറിയത്തുള്ളൂ അവർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ നമുക്ക് വാട്സപ്പ് ആയതുകൊണ്ട് എപ്പോഴും നമുക്കറിയാം. അല്ലെങ്കിൽ അവർ അവിടെ ഉണ്ടോ ഇല്ലയോ 5 വർഷം 6 വർഷം 10 വർഷം കഴിയുമ്പോൾ വരുന്നു. പക്ഷെ അവരിവിടെ ഉണ്ട്, ജീവനോടെ തന്നെ. ദുബൈയിലുണ്ട്, ഗൾഫിലുണ്ട്, ഏതോ അറബിയുടെ വീട്ടിൽ അങ്ങനെ പിടിക്കപ്പെട്ട് അവിടെ കിടക്കുകയായിരുന്നു. നമ്മൾ ഓർത്ത് അവർ മരിച്ചു വീണു, പക്ഷെ അവർ ജീവനോടെ ഉണ്ടായിരുന്നു. അതാണ് ഓർത്തഡോക്സ് സഭയുടെ കൺസെപ്റ്റ്. അത് അവർ നമ്മുടെ മരിച്ചുപോയി എന്ന് നമ്മൾ പറയുന്നവർ, അബ്രഹാം പിതാവ് കർത്താവിനോട് ചോദിച്ചപ്പോൾ പരീശന്മാരോട് കർത്താവ് പറഞ്ഞു, അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ തെറ്റിപ്പോയി, അവർ മരിച്ചിട്ടില്ല, അവർ ജീവനോടെ ഉണ്ട്. അപ്പൊ ജീവനോടെ ഇരിക്കുന്നവരാണ് ഈ പിതാക്കന്മാരെല്ലാം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പറയുന്നു സഭ പണിയുന്നത് എങ്ങനെയാണ്. സഭ പണിയുന്നത് ആദ്യം ക്രിസ്തു എന്ന അടിസ്ഥാനക്കല്ല്, പിന്നെ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, പിന്നെ നമ്മൾ ഇനി വരാനിരിക്കുന്നത്. ഈ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരെല്ലാം മരിച്ചു വരാം. അപ്പോൾ സഭയുടെ ഭാഗമായിട്ട് ഈ 2 കട്ടയെടുത്തും കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബിൽഡിംഗ് ഇവിടെ നിൽക്കത്തില്ല. അപ്പൊ അവരും ഇതിന്റെ ഭാഗമാണ്. അവരാരിൽ വിശ്വസിച്ചു? ക്രിസ്തുവിൽ വിശ്വസിച്ചു. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഏക തെറ്റുകൊണ്ട് എനിക്ക് ആ പുണ്യവാന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തർക്ക് പോലും അത് പറയുവാനെ കൊണ്ട് കഴിയാത്തൊരു കാര്യം. കാരണം അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അവരെ വേണ്ട, അവരുമായിട്ട് സംസർഗം വേണ്ട, അവരുമായിട്ടൊരു ബന്ധം വേണ്ട എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കർത്താവ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നതായ ആ സഭയുടെ പാത്രമല്ലാതായി മാറും. അതുകൊണ്ട് ഈ ചുവന്ന കയറ്റുപായിൽ ഞങ്ങൾ ആരും ഇരിക്കത്തില്ല. ആ ചുവന്ന കയറ്റുപായ എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ വാങ്ങിപ്പോയവരെല്ലാം ഓർക്കുന്നത്. അവരുടെ സജീവമായ സാന്നിധ്യം എവിടെ ഉണ്ട്? കുഴപ്പമില്ല അവിടെ ഉണ്ടോ? വാങ്ങിപ്പോവരെ സജീവമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കാനാണ്. അപ്പോൾ അത് ഓർമ്മിപ്പിക്കാനാണ് ഈ ഭാഗത്തിരിക്കുന്നത്. അവിടെ വാങ്ങിപ്പോയ പിതാക്കന്മാർ, അച്ഛന്മാരെ പോലുള്ള പിതാക്കന്മാരെല്ലാം അവരുടെ സാന്നിധ്യം. അപ്പോൾ ഒരു പ്രാർത്ഥന ഇവിടെ നടക്കുന്ന സമയത്ത് ആദ്യം മുതൽ ഇനിയും ഇന്നോളം ഉള്ളവരും ഇനിയും വരാനിരിക്കുന്നവരും ചേർന്നുള്ള ഒരു ആരാധനയാണ് ഓർത്തഡോക്സ് ലിറ്റർജി. ആരും ഈ ആരാധനയ്ക്ക് പുറത്തില്ല. അത് ജീവനോടിരിക്കുന്നവരും മരിച്ചവരും ഇനിയും വരാനിരിക്കുന്നവരും എല്ലാവരും ചേർന്ന് നിന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഓർത്തഡോക്സ് ലിറ്റർജി. ആ ലിറ്റർജിയാണ് നമ്മൾ ഈ പള്ളിക്കുള്ളിൽ കയറുമ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ഈ ആത്മീയ പാറയാകുന്ന ക്രിസ്തു ആ മരുഭൂമിയിൽ വെച്ച് അവർ കുടിച്ച് അതേ ആത്മീയ പാറ അവർ ഭക്ഷിച്ചതും ക്രിസ്തുവാകുന്ന ശരീരത്തെ ഭക്ഷിച്ചു, അവരും ജീവിച്ചു. അപ്പൊ ഇവിടെ വരുന്ന എല്ലാവർക്കും ലഭിക്കുന്ന വലിയൊരു ഭാഗ്യം, ഈജിപ്തിൽ പോയാലേ നമുക്ക് ഇങ്ങനെയുള്ള പുണ്യവാന്മാരെ ഒന്ന് തൊടാനൊന്ന് പറ്റുകയുള്ളൂ. പക്ഷെ ഈ പള്ളി വന്നാൽ എല്ലാവർക്കും അതിനുള്ള ഒരു ഭാഗ്യം കിട്ടും. ആ പുണ്യവാന്മാരെ ഒന്ന് തൊടാനും അവർ തിരിച്ചേൽപ്പ് ഒന്ന് തൊടാനും. ആ തൊടുമ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിൽ ഞാൻ പറഞ്ഞ കാര്യം, വിശ്വാസത്തോടുകൂടി കർത്താവ് പറഞ്ഞു, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊണ്ടാൽ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. പുണ്യവാൻ എന്ന് വെച്ചാൽ പുണ്യവാനെ കൈക്കൊണ്ടാൽ പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കും. പുണ്യവാന്റെ നീതിമാന്റെ പ്രതിഫലം എന്നാ പറഞ്ഞ്, പുണ്യവാന്റെ പ്രതിഫലം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ഹോളി റിലിക്കിൽ കൂടെ നമ്മൾ തൊട്ട് നമ്മുടെ സങ്കടങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഞങ്ങൾക്ക് മുമ്പേ ജീവിച്ച പൗലോസ്ലീഹ പറഞ്ഞു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, നമുക്ക് മുമ്പേ വിശ്വാസികളുടെ സമൂഹം അവർ നമുക്ക് മുമ്പേ ചുറ്റിലുമുണ്ട്. ആ വിശ്വാസ സമൂഹത്തിനോട് ചേർന്ന് നമ്മൾ ഓടുകയാണ്. അവർ മുന്നേ ഓടി, നമ്മളും പുറകെ ഓടി, നമ്മളും അവരിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതങ്ങ് ചെന്നിട്ടില്ല. അപ്പം ഏറ്റവും മുന്നിൽ മാതാവുണ്ട്, പിതാക്കന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, അപ്പം നമ്മുടെ വല്യപ്പന്മാരുണ്ട്, വല്യമ്മമാരുണ്ട്, നമ്മളെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരുണ്ട്. അവരെല്ലാം ഓടുകയാണ്, നമ്മളും പുറകെ ഓടുകയാണ്. അപ്പൊ അവരെല്ലാം തള്ളിയിട്ടുള്ള ഒരു സുവിശേഷം നമുക്ക് ഇല്ല. അവരുടെ പുറകെ നമ്മൾ പോവുകയാണ്. ആ യാത്ര എവിടെയാണ്? ക്രിസ്തുവിനെ അനുകാരിയായിരുന്നു ഞാൻ, അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അനുകാരികളാവും. അങ്ങനെ ക്രിസ്തുവിലേക്കുള്ള ഒരു യാത്രയെ, ആ ഒരു യാത്ര ഒരു പിൽഗ്രിംസ്, ടൂറിസ്റ്റ് അല്ല, പിൽഗ്രിമേജ്. അതാണ് വാസ്തവത്തിൽ ഈ പിൽഗ്രിം സെന്ററിൽ വരുമ്പോൾ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അവര് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നത്, ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് പോലെ ഇവിടെ വന്ന്, പക്ഷെ അവരെന്നോട് പറഞ്ഞ സാക്ഷ്യം കണ്ടില്ലേ? അവർ പറഞ്ഞ സാക്ഷ്യം, അവർ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. അവർ പറഞ്ഞ സാക്ഷ്യം, ഫാദർ, വെൻ വി കെയിം ഹിയർ ആസ് എ ടൂറിസ്റ്റ് ബട്ട് വി ആർ ഗോയിങ് ബാക്ക് ടു ആസ് എ പിൽഗ്രിംസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അവരിവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവ്യമായ ഒരു അനുഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങള് ഒരു പിൽഗ്രിം സെന്ററിൽ വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണുന്നത്. അപ്പൊ ഞാനവിടെ കർത്താവിന്റെ ജനന സ്ഥലത്ത് അവിടെ കുമ്പിടാൻ നേരത്ത് അവിടെ ഭയങ്കര തള്ളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, തള്ളുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഈ ഫോണുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അന്നേരം ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ട്. ഇദ്ദേഹത്തെ എനിക്ക് പരിചയമൊന്നുമില്ല.
അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കുമ്പിടുന്ന കണ്ടപ്പോൾ എൻ്റെ ഒന്നും ഇല്ലെന്ന് കണ്ടു. ഉടനെ ഹി വാസ് വെരി കൈൻഡ് ഇനഫ് ആൻഡ് ഹി ടുക്ക് എ ഫോട്ടോ ഫോർ മീ. അന്നേരം അതെടുത്തു. പിന്നെ ആ ഫോട്ടോയും കിട്ടിയില്ല, ആളെയും കിട്ടിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ പെട്ടെന്നൊരു ഓർമ്മ വന്നു. ഇതാര അന്ന് ഞാൻ യെരുശലേമിൽ വെച്ച് കണ്ട ആളാണ്. അപ്പം ഞങ്ങൾ പരിചയപ്പെടാൻ വന്നത് ഞാൻ മരിപ്പച്ചയുടെ ആള് ഞാൻ പറയും മരിപ്പച്ചയുടെ ആൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ തരണത്. അദ്ദേഹം എനിക്ക് ഇവിടെ വന്നപ്പോൾ അതല്ല ഫോട്ടോ ഇതീന്ന് താമസിക്കാൻ ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ ഫോട്ടോ അവിടെ വെച്ച് എടുത്താന്നല്ലോ കാണുമല്ലോ എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് വെരി സർപ്രൈസിങ് ഹി കെയിം ടു ദിസ് ചർച്ച്. ദെൻ ബൈ ലുക്കിംഗ് അറ്റ് ഹിസ് ഫേസ് ദെൻ അല്ലേ അന്നേരം ഉടനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇത് പാസ്റ്റർ അച്ചൻകുഞ്ഞ് നമ്മൾ അന്ന് പരിചയപ്പെട്ട് കണ്ട ആൾ തന്നെ, അത് തന്നെ ചേർന്നത്. അന്നേരം എൻ്റെ ആ ഫോട്ടോസ് എല്ലാം തരുന്നു. സോ ഒത്തിരി ആളുകളെയും കൊണ്ട് ടൂറിസ്റ്റ് കൊണ്ട് നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ചെറിയൊരു ടൂറുകൾ വരാനെത്തണം സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുന്നു. ഒത്തിരി സന്തോഷം.